അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻ റൊട്ടിയായിട്ടുള്ള തന്തൂരി റൊട്ടിയുടെ റെസിപ്പിയാണ്. ഇത് തന്തൂരില്ലാതെ അതുപോലെ ഓവനൊന്നും ഇല്ലാണ്ട് നമ്മുടെ സ്റ്റൗ ടോപ്പിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നോർത്ത് ഇന്ത്യൻസൊക്കെ തന്തൂരി അടുപ്പിൽ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പളവല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിന് അളന്നെടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് മൈദ മാത്രമായിട്ടോ അല്ലെങ്കിൽ മൈദയും ഗോതമ്പ് പൊടിയുടെ മിക്സ് ചെയ്തിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. 3 കപ്പിനാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടിയിൽ വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലൊക്കെ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. സാധാരണ സോഡാപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്, ബേക്കിംഗ് പൗഡർ അല്ല. ഇനി അധികം പുളിപ്പില്ലാത്ത തൈര്, ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 2-2.5 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ തൈരും എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആകുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് സാധാരണ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്ന ഒരു പാകത്തിനൊന്ന് കുഴച്ചെടുക്കുക. ഒന്നിച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഇതൊക്കെ അളവിലൊക്കെ വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് പാകത്തിനൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് നമുക്കിത് കുഴച്ചെടുക്കുന്ന സമയത്ത് കിട്ടുന്നത്. നമ്മൾ തൈരൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് മാവ്. അപ്പോൾ നല്ല പോലെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. അധികം ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു തന്നെ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസായി പോരുത്, അതുപോലെ ഒരുപാട് കട്ടിയായും പോകരുത് കേട്ടോ. ഈ ഒരു പാകത്തിന് കുഴച്ചെടുക്കുക. ഇനി കുറച്ചൊന്ന് ഓയിൽ പുരട്ടിയിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1-2 മണിക്കൂർ നമുക്ക് ഈ ഒരു മാവ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. വളരെ കുറഞ്ഞ സമയം, എന്തായാലും നിങ്ങൾ 1 മണിക്കൂറെങ്കിലും മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വെക്കുക. ഈ രാവിലെയൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ രാത്രി മാവ് കുഴച്ച് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു 2 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നല്ല പോലെ കുഴച്ചിട്ട് നമുക്കിത് ഉരുളകളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുക. പിന്നെ നമ്മൾ മാവ് കുഴച്ച് വെക്കുന്ന സമയത്ത് അധികം ചൂടുള്ള സ്ഥലത്ത് വെക്കരുത്, മാവ് ഒരുപാട് പുളിച്ചു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ തണുപ്പുള്ള സ്ഥലത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഞാനൊരു 12 ബോൾസ് ആക്കിയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി പലകയിലൊക്കെ വെച്ചിട്ട് പൊടി തൂവിയിട്ട് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന അതേപോലെ തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ചിട്ടല്ല നമ്മൾ പരത്തുന്നത്, കുറച്ച് കട്ടിയായിട്ടാണ് പരത്തിയെടുക്കുക. എന്നാലും ഒരുപാട് കട്ടീൻ്റെ ആവശ്യമില്ല കേട്ടോ. കുറച്ചൊന്ന് ചപ്പാത്തിനേക്കാളും ഒരു ഇത്തിരി കനത്തിലൊന്ന് പരത്തിയെടുത്താൽ മതി. പിന്നെ ഒരുപാട് വലിയത് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. നമ്മൾ ഉരുളകളാക്കിയിട്ട് മുറിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ ഉരുളകളാക്കിയിട്ട് എടുത്താൽ മതി. ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക. ഇതിലും ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഇതിലും ചെറുതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വലുപ്പത്തിലൊന്നും കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു സാധാരണ ഒരു വലുപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. പരത്താനൊക്കെ വളരെ ഈസി കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല പരത്തിയെടുക്കാനൊന്നും. മാവ് കുഴച്ച് വെക്കുന്ന ആ ഒരു സമയം നിങ്ങൾ എന്തായാലും വെക്കുക. റെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ റൊട്ടി. അപ്പോൾ നമ്മൾ കുറച്ച് സമയം തന്നെ പരത്തി ചുട്ടെടുക്കരുത്. അപ്പോൾ റൊട്ടി അത്രയും സോഫ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. മറ്റേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയാവും കിട്ടുക. അപ്പോൾ ബാക്കിയെല്ലാം നമ്മളിതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഒരു തവയിലിട്ടിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ അതിൽ ചുടുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് കൈവച്ചിട്ടൊന്ന് തടവി കൊടുക്കണം. 2 ഭാഗത്തും വെള്ളമാണ് കേട്ടോ തടവി കൊടുക്കേണ്ടത്. ഓയിലൊന്നും നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഭാഗം നല്ല പോലെ തന്നെ ആയി വരുന്ന സമയത്ത് നമ്മളിത് ഡയറക്റ്റ് തീയിലിട്ടിട്ടാണ് ചുട്ടെടുക്കുന്നത്. പിന്നെ നമ്മൾ തിരിച്ച് തവയിലിടണില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മൾ തവയിൽ ചുട്ടെടുക്കുന്നത് ഇതുപോലെ സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ചുട്ടെടുക്കുന്നത് നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ ചെറുതായിട്ട് പൊള്ളി വരുന്ന ആ ഒരു സമയത്ത് നമ്മളിത് തവ ഒഴിവാക്കിയിട്ട് സ്റ്റൗവിലേക്ക് ഡയറക്റ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ടിങ്ങനെ പൊള്ളി വരുന്നുണ്ട്. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്. അപ്പം മറ്റേ ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും.
അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒന്ന് നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഈ തവ ഒന്ന് മാറ്റിയതിന് ശേഷം ഇത് സ്റ്റൗവിലേക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റൗവിൻ്റെ ഡയറക്റ്റ് ഫ്ലെയിമിൽ കടന്നിട്ടാണ് നമ്മളിതൊന്ന് ചുട്ടെടുക്കുന്നത്. ചെറിയ തീയിലാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വെച്ചെടുക്കാം. കുറച്ചും കൂടെ തീ കൂട്ടി വെച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് റൊട്ടിയൊന്ന് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് അങ്ങനെയും ചുട്ടെടുക്കാം കേട്ടോ. നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഏതായാലും കരിയാതെ ഓരോന്നായിട്ട് നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഒരുപാട് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. തീ ചെറിയ തീയിലിട്ടിട്ട് ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള എല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം തൊട്ടിട്ട് വേണം ഇതുപോലെ ചുട്ടെടുക്കാനായിട്ട്. രണ്ട് ഭാഗത്തും വെള്ളം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ചുട്ടെടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു ഭാഗം ഒന്ന് റെഡി ആവുന്ന സമയത്ത് നമ്മൾ തവ ഒന്ന് മാറ്റിയിട്ട് ഡയറക്റ്റ് ഇതുപോലെ ഫ്ലെയിമിൽ വെച്ചെടുത്താൽ മതി. കുറച്ച് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. തീ കുറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൽക്ക ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കുറച്ച് സമയം സ്റ്റൗവിൽ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള മുഴുവൻ ഞാൻ അതുപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. ഇത് പിന്നെ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നോൺ വെജിൻ്റെ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അല്ലെങ്കിൽ ദാലിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി നമ്മൾ കുഴച്ച് വെക്കുകയാണെങ്കിൽ അധികം ചൂടില്ലാത്ത സ്ഥലത്തൊക്കെ അടിച്ചു വെച്ചിട്ട് നമുക്ക് രാവിലെ വന്നിട്ട് ചുട്ടെടുത്താൽ മതി. പിന്നെ രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചക്ക് ഒക്കെ നമുക്ക് മാവൊന്ന് കുഴച്ച് വെച്ചാൽ മതി. ഒരു ബുദ്ധിമുട്ടില്ല, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദാലിൻ്റെ കൂടെയാണ് ഇപ്പം നമ്മളിത് സെർവ് ചെയ്യുന്നത്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല റൊട്ടിയാണ്. 2 ലെയറായിട്ട് തന്നെ കിട്ടും. നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.